ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളിക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. ഒരു 3 തക്കാളിയും ഒരു സവാളയും ഉണ്ടെങ്കിൽ ഈ കറി തയ്യാറാകും. അപ്പം, ദോശ, നീരുദോശ, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. ചോറിൻ്റെ കൂടെ ഒരു ഇച്ചിരി തൈരും ഈ തക്കാളിക്കറി ഉണ്ടെങ്കിൽ മാത്രം മതി. നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യുകയും ചെയ്യുക. നീരുദോശയ്ക്കൊന്നും പറയണ്ട, നീരുദോശയ്ക്കൊരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കാം നമുക്ക് ഈ തക്കാളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇവിടെ ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടില്ല. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെയൊക്കെ ഒരു നല്ല സ്മെല്ല് വരുമല്ലോ. അത് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി സവാളയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണ് സാമ്പാർ പൊടിയാണ് ചേർത്തത്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി വേണമെങ്കിൽ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി വേണമെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സാമ്പാർ പൊടി മാത്രം ചേർത്താലും മതി. നമ്മൾ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം വഴറ്റി ആ മസാലയുടെ പച്ചച്ചൊക്കെയെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 തക്കാളി ഉണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാനുള്ള കറി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സവാള വേണമെങ്കിൽ കുറച്ച് കൂടുതലൂടെ ചേർത്താൽ ഇനിയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. മൂടി വെച്ച് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി. കറി റെഡി ആയി കഴിയുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് വിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ആ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ വെന്ത് ഇതുപോലെ കിട്ടണം. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ നീരുദോശയായിരുന്നു തയ്യാറാക്കിയത്. നീരുദോശയ്ക്ക് കോമ്പിനേഷനായിട്ടാണ് ഈ തക്കാളിക്കറി തയ്യാറാക്കിയത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.